സർക്കാർ നൽകേണ്ട ആരോഗ്യ ഇൻഷുറൻസ് തുക കുടിശ്ശികയായതോടെ ചികിത്സ നിർത്താനൊരുങ്ങി സംസ്ഥാനത്തെ ആശുപത്രികൾ. കോഴിക്കോട്ടെയും മലപ്പുറത്തെയും ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയകളും ഡയാലിസിസും മുടങ്ങി. 1135 കോടിയാണ് ആശുപത്രികൾക്ക് നൽകാനുള്ളത്. ഇതോടെ ആയുഷ്മാൻ ഭാരതി ആരോഗ്യ ഇൻഷുറൻസ് ഗുണഭോക്താക്കൾ പ്രതിസന്ധിയിലായി. പ്രധാനമന്ത്രിൻ്റെ സ്കീമിൽ അതിൽ നിന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് വഴിയാണ് ഡയാലിസിസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡയാലിസിസ് മാത്രമേ ഇവിടെ ഉള്ളൂ. മെഡിസിൻ എല്ലാം ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ 3 മാസമായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിസിൻ ഒന്നും കിട്ടുന്നില്ല. ബ്ലഡ് കൗണ്ട് ഒക്കെ കൂടുന്ന നല്ല വിലയുള്ള മരുന്നുകളൊക്കെ ആയിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്നതും ഇപ്പോൾ നിലവിൽ കിട്ടാണ്ടായിരിക്കുകയാണ്. പിന്നെ ഡയാലിസിസ് വേറെ പ്രൈവറ്റിൽ ഇപ്പോൾ അല്ല, ഞാനൊരു 10-12ഓളം സെൻറ്ററിൽ ഇപ്പോൾ വിളിച്ച് അന്വേഷിച്ച് നോക്കി. അവിടെയൊക്കെ ഫില്ലാണ്, എവിടെയും കിട്ടാൻ വഴിയില്ല. ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം ചെയ്യാണ്ട് നിന്നാൽ തന്നെ വരെ അവസ്ഥ വളരെ പ്രശ്നമാണ്. ഇവിടെ ഇൻഷുർ തുടങ്ങിയ മുതൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അതുവരെ ഞങ്ങൾ സാറിനേന്ന് ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം കാലിൻ്റെ മുട്ടിന് താഴെ വെച്ച് കട്ട് ചെയ്തിരിക്കുന്നു. അന്നപ്പോൾ എന്തായാലും വേറെ സ്ഥലത്തേക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പോകാനും പറ്റൂല. രണ്ടാളില്ലാണ്ട് തീരെ കൊണ്ടുപോകാൻ കഴിയില്ല. ആഴ്ചയിൽ 3 ദിവസം ചൊവ്വയും വ്യാഴവും ശനി ചെയ്യണം. ഇവിടെ നിർത്തിയാൽ ചെയ്യാനുള്ള യാതൊരു വഴി ഞങ്ങൾ കാണുന്നില്ല. ഇവർ പറയുന്നത് ഫണ്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഡയാലിസിസ് നിർത്താൻ പോവുകയാണ് എന്നുള്ളത്. ഞങ്ങൾക്കിപ്പം പുറത്ത് പോയിട്ട് ചെയ്യാം. ഇവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഇതായിരുന്നു, ഡോക്ടർമാരും ഒക്കെ ഉണ്ട്, നല്ല നോക്കുകയൊക്കെ ചെയ്യും, നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് ചെയ്യാനൊന്നും പറ്റൂല, അതിനുള്ള സാമ്പത്തികവും ഇല്ല, എവിടെയും കിട്ടാനും ഇല്ല. എല്ലാ സെൻറ്ററും വിളിച്ചു ചോദിച്ചിട്ട് അവിടെയൊക്കെ ഫുള്ളാണെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ചെയ്യാണ്ട് ഇടാനും പറ്റില്ലല്ലോ. മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മൂപ്പര് പറ്റനെ കിടപ്പില്ല, ഡയാലിസിസ് ചെയ്യാൻ ആംബുലൻസിൽ അവിടുത്തെ യൂണിറ്റീൻ്റെ ആൾക്കാരെ കൊണ്ടുവരുന്നു. അത് ഫ്രീ ആയിട്ടാണ്. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ആശുപത്രികൾ ഡയാലിസിസ് അടക്കമുള്ള ചികിത്സ നിർത്തിയെന്നാണോ അതോ നിർത്താൻ പോകുന്നു എന്നാണോ? നികേഷ്, മലപ്പുറത്തെയും കോഴിക്കോട്ടെയും പല ആശുപത്രികളെയും നിർത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഇക്ര ആശുപത്രിയാണ് പലരും ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ഇക്ര ആശുപത്രി കഴിഞ്ഞ മാസം മുതൽ തന്നെ നിർത്തി എന്നാണ് അവർ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ട ബൈറ്റ് എന്ന് പറയുന്നത് നാഷണൽ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളാണ്. അവരോട് ഈ മാസം കൂടി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, പണം വലിയ തോതിൽ കുടിശ്ശികയുണ്ട്, അത് തീർക്കാതെ ഇനി ഡയാലിസിസുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന രീതിയിലുള്ളൊരു അറിയിപ്പ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാപകമായ 555 ആശുപത്രികളിൽ ഇത്തരത്തിൽ ആരോഗ്യ ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടുന്നുണ്ട്. 45 ലക്ഷം ആളുകൾ ഇതിന്റെ ഉപഭോക്താക്കളായിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ കേന്ദ്ര വിഹിതം വളരെ കുറവാണ്. കാരണം 151 കോടി രൂപയാണ് കേന്ദ്രം ഇതിന്റെ വിഹിതമായി നൽകിയത്. പക്ഷേ 1200 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് ഒരു വർഷം. അതിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിഹിതമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ കുടിശ്ശികയായി കിടക്കുന്നത് 1135 കോടിയുണ്ട്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഈ കുടിശ്ശിക അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആയുഷ്മാൻ ഭാരതിയുടെ ഇൻഷുറൻസ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെ അനുവദിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു 151 കോടി രൂപ ഇപ്പോൾ അനുവദിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അടിയന്തരമായി അനുവദിച്ചിട്ടില്ല എങ്കിൽ വലിയ പ്രത്യാഘാതമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സകളാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയം. ചികിത്സ നിർത്താൻ ഒരുങ്ങുന്നു സംസ്ഥാന ആശുപത്രികൾ. ചിലയിടങ്ങളിൽ ചികിത്സ നിർത്തിവെച്ചിരിക്കുന്നു. ഡയാലിസിസ് അടക്കമുള്ള ചികിത്സകളാണ് നിർത്തിവെച്ചിരിക്കുന്നത്. കോഴിക്കോട്ടെയും മലപ്പുറത്തെയും ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയകളും ഡയാലിസിസും മുടങ്ങിയതായാണ് VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. 1135 കോടിയാണ് ആശുപത്രികൾക്ക് നൽകാനുള്ളത്. ഇതോടുകൂടിയാണ് ആയുഷ്മാൻ ഭാരതി ആരോഗ്യ ഇൻഷുറൻസ് ഗുണഭോക്താക്കൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്.